പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രധാനമായ വഴിത്തിരിവുകൾ വന്നു സംഭവിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. തൻ്റെ നിലപാടിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മീനു. മാത്രവുമല്ല, ഇനി എന്തായാലും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. മാത്രവുമല്ല, കാര്യങ്ങൾ ഇതോടെ കൈവിട്ടു പോവുകയാണ് എന്ന് പാർവതിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതോടെ പാർവതി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സൂരജിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത്. സൂരജ് അറിയാനിടയായിരിക്കുകയാണ് പാർവതി ഇതുവരെ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം. മീനുവിൻ്റെ അമ്മയാണ് ശിവരഞ്ജിനി എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സൂരജ്. ഇതോടെ പാർവതിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി പാർവതിയെ ചെന്ന് കണ്ട്, ഞാൻ കുറച്ചു കാര്യം അറിഞ്ഞല്ലോ, എനിക്ക് സത്യാവസ്ഥ അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതോടെ പാർവതി ഒന്ന് ഞെട്ടിപ്പോവുകയും, എന്താണ് നിനക്ക് പറയാനുള്ളത്? മനസ്സിലായില്ല. ഞാൻ ആ സത്യം അറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആരാണ് മീനുവിൻ്റെ അമ്മ? ഇത് കേട്ട് ആകെ പകച്ചു പോകുന്ന പാർവതി, നീ എന്ത് വിഡ്ഢിത്തരമാണ് എന്നോട് ചോദിക്കുന്നത്? അവൾ എൻ്റെ മകളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. പിന്നെ നീ വീണ്ടും എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്? നിനക്കെന്ത് പറ്റി? ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യമല്ല ചോദിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ഞാൻ ചോദിച്ചതിൻ്റെ പിന്നിലെ കാര്യവും നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഉത്തരം തേടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിനുള്ള മറുപടിയാണ് എനിക്ക് വേണ്ടത്. കൃത്യമായി നിങ്ങൾക്ക് ആ മറുപടി നൽകാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ പാർവതി. മാത്രവുമല്ല, സത്യം പറയാതെ മറ്റു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവും ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സൂരജ്, ആരാണ് ശിവരഞ്ജിനി? അവരും മീനുവുമായുള്ള ബന്ധം എന്താണ്? ഞാൻ അറിഞ്ഞത് മീനുവിൻ്റെ അമ്മയാണ് ശിവരഞ്ജിനി എന്നാണല്ലോ. അപ്പോൾ പിന്നെ പാർവതി എങ്ങനെയാണ് അവളുടെ അമ്മയാവുക? ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? നിങ്ങൾ സത്യങ്ങൾ ഇവിടെ പറഞ്ഞേ മതിയാകൂ. എനിക്ക് സത്യങ്ങൾ അറിയണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. കാര്യങ്ങൾ തുറന്നു പറയൂ. ഇതോടെ പാർവതി ആകെ വിങ്ങിപ്പൊട്ടുകയാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ നീ ഒരിക്കലും അറിഞ്ഞ സത്യങ്ങൾ പുറത്തു പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മീനു സത്യങ്ങൾ അറിഞ്ഞാൽ എന്നെ വെറുക്കും. ഞാൻ യാതൊരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അവൾ എൻ്റെ മകളായി വളരുകയായിരുന്നു. അവളെ ഞാൻ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. അവളെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ശിവരഞ്ജിനിയുടെ വീട്ടുകാർ തയ്യാറായത്. അപ്പോൾ രക്ഷിക്കുന്നതിനായി ഞാൻ വന്നു. അല്ലാതെ മറ്റൊരു ലാഭം നോക്കിയല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മീനു എൻ്റെ മകളാണ്. അവൾ ശിവരഞ്ജിനിയുടെ മകളല്ല. അവളെ പ്രസവിച്ചത് ശിവരഞ്ജിനി ആയിരിക്കാം,
പക്ഷെ വളർത്തി വലുതാക്കി ഇതുവരെ എത്തിച്ചത് ഞാനാണ്. അതിൽ ശിവരഞ്ജിനിക്ക് ഒരു പങ്കുമില്ല. അവൾ എൻ്റെ മകളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ശിവരഞ്ജിനി വന്ന് ചോദിച്ചാലും അവളെ വിട്ടു നൽകാൻ ഞാൻ തയ്യാറല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ എൻ്റെ കൂടെ നിൽക്കണം എന്നും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ. ഇതേ തുടർന്ന് സൂരജ് തൽക്കാലത്തേക്ക് സത്യങ്ങളെല്ലാം ഞാൻ ആരോടും പറയുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് സൂരജ് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.